ക്രിസ്തുയേശുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ വേലക്കാർ ഉപജീവനാർത്ഥം മറ്റെന്തെങ്കിലും ഒരു തൊഴിൽ കൂടി ചെയ്യുന്നത് നല്ലതാണ് എന്നും നല്ലതല്ല എന്നും രണ്ട് അഭിപ്രായങ്ങൾ പണ്ട് മുതലേ നിലനിൽക്കുന്നുണ്ട്. ചിലയിടങ്ങളിലെങ്കിലും ചെല്ലുമ്പോൾ ആൾക്കാർ ഈ കാര്യത്തെ വളരെ ഗൗരവമായൊരു ചോദ്യമായി നമ്മളോട് ചോദിക്കാറുമുണ്ട്. പൗലോസ് ശ്ലീഹൻ സുവിശേഷ വേല ചെയ്തിരുന്നത് കൂടാരപ്പണിയോടനുബന്ധിച്ചായിരുന്നു എന്നും തൽഫലമായി മറ്റാരെയും ഭാരപ്പെടുത്താതെ അദ്ദേഹം സുവിശേഷ വേല ചെയ്തിരുന്നു എന്നും തിരുവെഴുത്തുകളിൽ നിന്ന് നമുക്ക് പരാമർശം ലഭിക്കുന്നത് കൊണ്ട് തന്നെ സുവിശേഷ വേലക്കാർ പണിയെടുത്ത് ജീവിക്കണം എന്ന് പറയുന്ന ഒരു സുവിശേഷ വേലക്കാർ പണിയെടുത്ത് കൊണ്ട് ഉപജീവിക്കുകയും സുവിശേഷ വേല അതിനോടൊപ്പം ചെയ്യണം എന്നും പരാമർശിക്കുന്ന പരാമർശങ്ങൾ നമ്മൾ കാണാറുണ്ട്. പൗലോസ് ശ്ലീഹൻ സുവിശേഷ വേല ചെയ്തത് കൂടാരപ്പണിയോടുകൂടിയാണ് എന്ന കാര്യം കൃത്യമായും യാഥാർത്ഥ്യം തന്നെയാണ്. അതിന്റെ ചുവട് പിടിച്ചാണോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ചിലരെങ്കിലും സുവിശേഷ വേലയോടൊപ്പം ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ ജോലിയോടൊപ്പം സുവിശേഷ വേല ചെയ്യുന്നു. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചെറുതായി ഒന്ന് വിചിന്തനം ചെയ്യാം. ഈ ചോദ്യം ഒരു കുഞ്ഞു കാര്യമായി ചിന്തിച്ച് ഞാനിത് ഉപേക്ഷിച്ചിരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം ചിലർ എനിക്കൊരു വീഡിയോ അയച്ചു തന്നിരുന്നു. ഒരു സുവിശേഷ പ്രസംഗകൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോ ആണ്. അത് ദയവായിട്ട് നമുക്കൊന്ന് കേട്ടേച്ച് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ജോലി ചെയ്ത് സുവിശേഷ വേല ചെയ്യുന്നത് അതും തെറ്റില്ല. അതിന് നിയോഗം പ്രാപിച്ചവർ ആ രീതിയിൽ പോകട്ടെ. അല്ല, ഫുൾ ടൈം ഭൗതികമായി ജോലി വേണ്ട, കർത്താവിന്റെ വേല പൂർണ്ണ സമയം ചെയ്യുവാൻ എന്നെ വിളിച്ചു, ആ ബോധ്യമുള്ളവരും ഉറപ്പുള്ളവരും അങ്ങനെ ചെയ്യട്ടെ. മനസ്സിലാക്കി വേണം വേലക്കിറങ്ങാൻ. ജോലി ചെയ്ത് വേല ചെയ്യുന്നതും തെറ്റൊന്നുമല്ല. അമേരിക്കൻ ഐക്യനാടുകളിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അനേകര് ഇവിടെ ജോലി ഇല്ലാതെ ഫുൾ ടൈം വേലയ്ക്ക് ഇറങ്ങിയവരെക്കാളും നന്നായിട്ട് അവര് വേല ചെയ്യുന്നത്. മനസ്സിലായില്ല. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ വിവിധ ഇടങ്ങളില് അല്ലെ മറ്റു ഇടങ്ങളിലൊക്കെ ജോലി ഒന്നും ചെയ്യാതെ, ഭൗതിക ജോലി ചെയ്യാതെ പൂർണ്ണ സമയം വേലയ്ക്കാണെന്നും പറഞ്ഞ് പ്രതിഷ്ഠിച്ചവരെക്കാളും നന്നായിട്ട് ജോലിയോടുകൂടെ അമേരിക്കയിലും ഗൾഫ് രാജ്യങ്ങളിലും വേല ചെയ്യുന്നവരുണ്ട്. നാട്ടിലെ ഉപദേശിമാരിൽ എല്ലാവരുടെയും കാര്യമല്ല. നാട്ടിലെ മിക്ക സഭകളിലും ആഴ്ച 3 യോഗമേ ഉള്ളൂ. ഒട്ടുമിക്ക സഭയും. ഒന്ന് ഞായറാഴ്ച ഒരു സഭായോഗം. അത് 10 മുതൽ അങ്ങേയറ്റം പോയാൽ 1 മണി വരെ, 11, 12, 1 കടിച്ചു പിടിച്ച 3 മണിക്കൂർ. 2:30 ആകുമ്പോഴേ ബൈബിളിന്റെ സിബ് ഇടാൻ തുടങ്ങും. പിന്നെ തിക്കും പൊക്കും നോക്കാം, എങ്ങനെയും ഇതിനകത്ത് നിന്ന് ചാടണം. അപ്പൊ ഞായറാഴ്ച ഒരു 3 മണിക്കൂർ. പിന്നെ വെള്ളിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥന. എല്ലാ സഭയുടെയും കാര്യമല്ല, മിക്ക ഇടങ്ങളിലും വെള്ളിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥന. അത് ഒരു 10-10:30 ആകുമ്പം വരും. ചിലയിടത്ത് 12:30 അല്ലെ 1:00. അതും കടിച്ചു പിടിച്ച് അപ്പോൾ അത് ഒരു 3 മണിക്കൂറെന്ന് എടുത്തു. അപ്പൊ ഞായറാഴ്ച ഒരു 3, വെള്ളിയാഴ്ച ഒരു 3, 6 മണിക്കൂർ. പിന്നെ ചില സഭകളിൽ കോട്ടേജ് മീറ്റിംഗ് ഏതേലും വീടുകളിലായിരിക്കും. അത് പാസ്റ്റർമാർ ചിലർ എങ്ങനെയും വല്ലച്ചാതി ഇത് നിർത്തിയേച്ച് വന്ന ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചു തുടങ്ങും. ഒരു പാട്ടല്ല, അങ്ങേറ്റം പോയ 2 പാട്ട്. അതാ തൂപ്പും പാട്ടും ഒക്കെ കണ്ടാൽ നമുക്ക് സങ്കടവും വരും. 2 പേര് പ്രാർത്ഥിക്കാൻ പറയും. അത് ചിലർ അങ്ങനെ നിയോഗിക്കപ്പെട്ടവരുണ്ട്. 2 പേര് പ്രാർത്ഥിച്ചു. ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഗസ്റ്റ്, അല്ലെങ്കിൽ അവിടുത്തെ ഉപദേശി അല്ലെ ആരെങ്കിലും പ്രസംഗിച്ചു, തീർന്നു. അതൊരു അങ്ങേയറ്റം പോയാൽ 2-2.5 മണിക്കൂർ അല്ലെ 3 എടുത്തു. അപ്പൊ ആഴ്ചയിലെ മിക്ക സഭകളിലും ഈ 3 യോഗങ്ങളേ ഉള്ളൂ. ഞായർ, വെള്ളി, വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ ഒരു കോട്ടയം മീറ്റിംഗ്. എല്ലാ സഭക്കാരുടെയും കാര്യം അല്ല ഈ പറയുന്നത്. എല്ലാം കൂടി ഒരു 3, 6, 9 മണിക്കൂർ. 1 മണിക്കൂറുടെ എക്സ്ട്രാ ഇട്ടോ 10 മണിക്കൂർ. ഒരാഴ്ച മിക്ക ഉപദേശിമാർക്കും 10 മണിക്കൂറത്തെ ഉള്ളൂ, പ്രവർത്തനമുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരുടെയും കാര്യമല്ല, മിക്കവരും വേറെ പല ബിസിനസ്സാ. വണ്ടിക്കച്ചവടം, വത്തുക്കച്ചവടം,
റിയൽ എസ്റ്റേറ്റ്, ബ്രോക്കർ പണി, പിന്നെ പല പല പരിപാടികളാണ്. ഫുൾ ടൈം വേലയ്ക്കായി ഇറങ്ങിയെന്നാ പറയുന്നത്. പക്ഷെ ഇതിലെല്ലാം ഉപരിയായിട്ട് വിദേശ രാജ്യങ്ങളിൽ 8, 10, 12 മണിക്കൂർ ജോലി ചെയ്തിട്ട് ബാക്കി സമയം നന്നായിട്ട് അധ്വാനിക്കുന്ന കർത്തൃദാസന്മാരുണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ അമേരിക്കയിലും ഗൾഫിലുമൊക്കെ നേഴ്സുമാര് നന്നായിട്ട് അധ്വാനിക്കണം. നിങ്ങളോർക്കുന്ന ചുമ്മാ സൂചിയും പിടിച്ചാണ് ഇങ്ങനെ നടക്കുക എന്നാണോ? കാണുന്നവനെല്ലാം കുത്തുക. നന്നായിട്ട് അവർ അധ്വാനിക്കുക. വീട്ടുജോലി അവർ ചെയ്യും. മക്കൾക്കും ഭർത്താവിനും എല്ലാം ഭക്ഷണം ഉണ്ടാക്കണം. ചിലടത്ത് സഹായത്തിന് ആളില്ല, അവർ തന്നെ ചെയ്യുന്നത്. തൂക്കുകയും തുടക്കുകയും എല്ലാ കാര്യങ്ങളും. ഹോസ്പിറ്റലിൽ നന്നായിട്ട് ജോലി ചെയ്യണം. എന്റെ ഭാഷയെ പറഞ്ഞാൽ, നാടൻ ഭാഷയെ പറഞ്ഞാൽ, ഇടിച്ച് പിഴിഞ്ഞ അവരുടെ ചാറെടുക്കുന്നത്. എന്നിട്ടാ കാശ് കൊടുക്കുന്നത്. ചുമ്മാ ഒന്നും കാശ് കൊടുക്കുകയല്ല. രാവിലെ സൂസമ്മ അങ്ങോട്ട് ചെല്ലുമ്പം പറയാണ്ട് സൂസമ്മ കാശെല്ലാം മൂല കൂട്ടിയിട്ടേക്ക് ആവശ്യത്തിന് വാരി ചാക്കേ നിറച്ചേച്ച് അങ്ങനെയൊന്നും കൊടുക്കുന്നതല്ല. നന്നായിട്ട് ഇവർ ജോലി ചെയ്യും. അത് 8, 10, 12 മണിക്കൂർ നന്നായിട്ട് ജോലി ചെയ്ത് അതിനിടയ്ക്ക് അവർ യോഗവും മുടക്കുകയല്ല. അനേക നേഴ്സുമാര്, സഹോദരിമാര് പോയി കണ്ടിട്ടുള്ളതാ. ഡ്യൂട്ടി കഴിഞ്ഞ് ആ ഡ്രസ്സിലാ യോഗ സ്ഥലത്തോട്ട് വരുന്നത്. നേരെ അങ്ങോട്ട് വരിക. ചില വീടുകളിലും സ്ഥലത്തും സൗകര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതൊന്ന് മാറി ആ ഡ്രസ്സുമൊക്കെ ആയിട്ട് ആ ഡ്യൂട്ടിക്ക് പോകുന്നത്. എക്സ്ട്രാ എടുക്കും യോഗത്തിന് വന്ന് സംബന്ധിക്കുന്നത്. അത് കഴിഞ്ഞേച്ച് വീട്ടിൽ വരണം. വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യണം. കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം. ചില സഹോദരിമാർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും ഒരു മണിക്കൂറെങ്കിലും കണ്ടെത്തും. ഉറക്കം കുറവാ. യോഗങ്ങളൊന്നും അവർ മുടക്കുകയല്ല. അതിനിടയ്ക്ക് കർത്താവിന്റെ ദാസന്മാരെ, ദൈവമക്കളെ അവർ സഹായിക്കുകയും മാനിക്കുകയും. പല വീടുകളിലൊക്കെ നമ്മൾ പാർത്തിട്ടുള്ളത് കൊണ്ടറിയാം. അതിനിടയ്ക്ക് ദൈവദാസന്മാർക്ക് വേണ്ട കാര്യങ്ങളും ഭക്ഷണവും മറ്റു കാര്യങ്ങളും എല്ലാം അവർ ക്രമീകരിക്കും. നന്നായിട്ട് അവർ അധ്വാനിക്കും. അമേരിക്കയിലൊക്കെ ഉള്ള സഹോദരിമാര് കൊച്ചുങ്ങളെയും ഭർത്താവിനെയൊക്കെ ചൊവ്വനെയൊക്കെ ഒന്ന് കാണുന്നത് തന്നെ ഞായറാഴ്ചയാ. സ്തോത്രം. തിരക്ക, ബദ്ധപ്പാട. അങ്ങനെയൊക്കെ നന്നായിട്ട് അവർ അധ്വാനിക്കുക. ഭക്ഷണം കഴിക്കാൻ പോലും ചിലർക്ക് സമയം കിട്ടുന്നില്ല. അന്നേരം നമ്മുടെ കേരളത്തിലെ സഹോദരിമാരും മിക്കവരും, ബാക്കി നിങ്ങൾ പറ, നിങ്ങൾ പറ, 3, 4, 5 നേരം എല്ലാം എപ്പോ നോക്കിയാലും ആടിരിക്കും പോലല്ലേ ഇരിക്കുന്നേ. കഴിക്കുക, കയറി കിടക്കുക, പിന്നെയും കഴിക്കുക. കഴിക്കുന്നതിന്റെ ക്ഷീണത്തിലാണ് കിടക്കുന്നത്. ക്ഷീണം മാറിക്കഴിയുമ്പം പിന്നെ എഴുന്നേറ്റ് കഴിക്കുക, പിന്നെയും കഴിച്ചു കഴിയുമ്പം ക്ഷീണം. ഇത് തന്നടി പിന്നടി. പിന്നെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ വലിയ തൂക്കാൻ കൊണ്ടുപോകുന്നത് പോലെ, ഉച്ച കഴിഞ്ഞ് നിന്നെ തൂക്കിക്കൊല്ലും. അത് കേട്ടോണ്ടിരിക്കുന്നത് പോലെ എനിക്ക് ഗതി. എന്ത് മനോവേദനയോടാ, എന്ത് സൗകര്യമാ നമുക്ക്, എന്ത് സുഖപ്രദമാ, എന്തുവാ ബദ്ധപ്പാട്. വീട്ടിലങ്ങനെ വലിയ ജോലിയൊന്നും. ഇപ്പൊ പഴയ കാലം വല്ല ഫ്രിഡ്ജുണ്ട്, എല്ലാം ഉണ്ടാക്കി അതിനകത്ത് വെച്ചിരിക്കുക. പിന്നെ ചൂടാക്കുന്ന കുന്തമുണ്ടല്ലോ, ഓവന്, അതിൽ നിന്ന് എടുക്കുക, അങ്ങോട്ട് വെക്കുക, ഞെക്കുക. ഇതാണോ ജോലി? ഈ വീഡിയോ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്ന കാര്യം, കേരളത്തിൽ സുവിശേഷകർക്ക് ആഴ്ചയിൽ 10 മണിക്കൂറേ ജോലി ഉള്ളൂ എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. അതുകൊണ്ട് അവരെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നതിൽ തെറ്റില്ല എന്ന മട്ടിനാണ് സംസാരിച്ച് തീർത്തിരിക്കുന്നത്. 10 മണിക്കൂർ മാത്രം ജോലിയുള്ളതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ന്യായമായ കാരണങ്ങളുമുണ്ട്. 3 മണിക്കൂർ സഭാരാധന, 3 മണിക്കൂർ ഉപവാസ പ്രാർത്ഥന, 3 മണിക്കൂർ കുടുംബത്തിലെ അല്ലെങ്കിൽ വീട്ടു പ്രാർത്ഥനകൾ, പിന്നീട് 1 മണിക്കൂർ മൂപ്പര് എക്സ്ട്രാ കൊടുത്തു. അതും കൊള്ളാം. അപ്പോൾ ഇത്രയുമാണ് പൊതുവിലുള്ള ഒരു ഉപദേശിയുടെ ജോലി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹവും കേരളത്തിലെ ഒരു പാസ്റ്ററാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിന് അസിസ്റ്റന്റ് പാസ്റ്റർമാരെ വെച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കുന്നു. മാത്രവുമല്ല, ഇദ്ദേഹം ആ സഭയിലെ ശുശ്രൂഷകൻ എന്ന് പറയുന്നത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, ബാക്കി മുഴുവൻ നാടോടി ശുശ്രൂഷകനാണ്.
അപ്പോൾ സഭയിലെ ഉപദേശിയായിട്ട് നമുക്ക് കണക്കാക്കാനൊന്നും പറ്റില്ല. അതിന് വേറെ ആളിനെ പണിക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പണിക്ക് വെച്ചിട്ടുള്ള ആളിനെ നമുക്ക് സഭയിലെ ശുശ്രൂഷകനായിട്ട് പറയാം. ഇദ്ദേഹം കറങ്ങാൻ പോകുമ്പോൾ അദ്ദേഹത്തെയും കൂടി കറങ്ങാൻ വിടുന്നു എങ്കിൽ നമുക്കതിനെ യോഗ്യമായി ചിന്തിക്കാം. അല്ലാത്ത സ്ഥിതിക്ക് നമുക്കതിനെ യോഗ്യമായിട്ടൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അവിടെ ഇരിക്കുന്ന ഉപദേശി ജോലിക്ക് പോയാൽ ശരിയാകുമോ എന്ന് ചോദിച്ചാൽ, അവിടെ ഇരിക്കുന്ന ഉപദേശി നമ്മൾ പണിക്ക് ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ജോലി ഈ ആക്കി വെച്ചിരിക്കുന്ന ജോലിയാണ് എന്ന് കരുതേണ്ടി വരും. ഇദ്ദേഹത്തിനാണെങ്കിൽ അവിടെ നിൽക്കാനും പറ്റില്ല. നാട് നീളെ ഒരുപാട് ശുശ്രൂഷയുള്ളത് കൊണ്ട് സ്വന്തം സഭയിലെ ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് സഭയിലെ ജോലി സഭയെ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഞാനൊരു ചർച്ചിന്റെ ശുശ്രൂഷകനാണ്. ഞാൻ 20-25 കൊല്ലത്തോളം കൺവെൻഷൻ പ്രസംഗകനായി മാത്രം നിന്നയാളാണ്. കൺവെൻഷൻ പ്രസംഗവും അതിനോടൊപ്പം ബൈബിൾ സ്കൂളിലെ പഠിപ്പിക്കലും മാത്രം. അപ്പോൾ തന്നെ എനിക്ക് മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയാത്ത വിധം തിരക്ക് പിടിച്ചതായിരുന്നു ശുശ്രൂഷകൾ. ഇപ്പോൾ ഒരു ചർച്ചിന്റെ ശുശ്രൂഷ കൂടിയുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് സ്വന്തം കാര്യങ്ങൾ പോലും നോക്കാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ പ്രോഗ്രാമുകൾ വളരെ റിസ്ക് ഉള്ളതായി മാറുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാര്യം മനസ്സിലാകുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഒരു ശുശ്രൂഷകന് ആഴ്ചയിൽ 3 ദിവസമേ പണിയുള്ളൂ എന്നും ആ പണിയാണെങ്കിൽ 10 മണിക്കൂർ കൊണ്ട് അവസാനിക്കുമെന്നും പറയുമ്പോൾ അത്രയും മാത്രമേ സ്റ്റേജിലെ പ്രകടനമുള്ളൂ എന്ന കാര്യം തിരിച്ചറിയണം. അത്രയും നേരം സ്റ്റേജിൽ ചിലവഴിക്കണമെങ്കിൽ അണിയറയിൽ എത്ര നേരം ചിലവഴിക്കണം എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് അറിയാമോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരു 1.5 മണിക്കൂർ വീതം ഈ 3 സെഷനുകളിൽ സംസാരിക്കണമെങ്കിൽ കുറഞ്ഞ പക്ഷം ഒരു 15 മണിക്കൂർ അതിന്റെ പുറകിൽ സ്പെൻഡ് ചെയ്തേ പറ്റൂ. എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ പ്രസംഗിക്കുന്നതിന് ഏറ്റവും ചുരുക്കം ഒരു 5 മണിക്കൂർ. അത് വായനയ്ക്കും ആ പ്രസംഗം തയ്യാറാക്കലിനും വേണ്ടി തന്നെ ഒരു 5 മണിക്കൂർ ചെലവഴിക്കണം. ദെൻ പ്രാർത്ഥന, അതെത്ര സമയം ചെലവഴിക്കണം എന്നുള്ളത് ഓരോ വ്യക്തികളെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അവരെത്രത്തോളം ആ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത്. ഏതായാലും 5 മണിക്കൂർ വായനയും ഓരോ മണിക്കൂർ പ്രാർത്ഥനയുമായാൽ തന്നെ ഒരു 10-18 മണിക്കൂർ അതിലങ്ങ് മാറി. ഇത് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യമാണ്. ഇനി ആ ചർച്ചിന്റെ മറ്റു തര കാര്യങ്ങളുണ്ട്. വിശ്വാസികളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ക്ഷേമാന്വേഷണമുണ്ട്, രോഗികളെ പോയി സന്ദർശിക്കലുണ്ട്, ഹൗസ് വിസിറ്റിംഗ് ഉണ്ട്. ദെൻ അതിനോട് ചേർന്ന് ഒരുപാട് ശുശ്രൂഷകളുണ്ട്. അവകൾ ഇതിനകത്ത് കൂട്ടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും ജോലിക്ക് കൂടി പോയിട്ട് ശുശ്രൂഷ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാൽ 5 കുടുംബമുള്ള ഒരു ചർച്ചിലെ നടത്തുന്ന ഒരു ഉപദേശിക്ക് മറ്റൊരു ജോലിക്കും പോകാൻ കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ജോലി അദ്ദേഹം ചെയ്യുന്നെങ്കിൽ. അല്ല, ഇദ്ദേഹം ഓർപ്പിച്ചതുപോലെ ആഴ്ചയിൽ 3 സെഷനുകളിൽ കുറച്ചു നേരം ഇരുന്ന് പാട്ടും പാടി പ്രാർത്ഥിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞതുപോലെ 4-5 കഥയും പറഞ്ഞു പോകുന്നതാണ് എങ്കിൽ അതിന് മറ്റൊരു പണിക്ക് പോകുന്നതിൽ തെറ്റില്ല. കാരണം അദ്ദേഹം ആടുകളെ കുറിച്ച് വളരെയധികം ജാഗരൂകനല്ല എന്ന് നമുക്ക് ഗ്രഹിക്കാം. ആടുകളെ കുറിച്ച് കരുതലുള്ളയാളാണെന്ന് വരികിൽ കൃത്യമായും ആ ആടുകളുടെ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കേണ്ടി വരും. ആടുകളെ മുഴുവൻ പരിപാലിക്കേണ്ടി വരും. അപ്പൊ തന്നെ സ്വന്തം കുടുംബത്തിന്റെ കാര്യം അദ്ദേഹം നോക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പൗലോസ് ലേഖൻ ഒരു ശുശ്രൂഷകന് വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യേണ്ടതായി വരും. ഇനി ഒരു ശുശ്രൂഷകനെ കുറിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്ന ചെറിയൊരു പദപ്രയോഗം ശ്രദ്ധിക്കൂ. തീമോഥെയോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യമാണ്. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കും. അപ്പോൾ ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കാം. ഇവറ്റകളിൽ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം പിന്നീടൊരു പണിക്ക് ഉപജീവനത്തിന് വേണ്ടി പോകാൻ സമയം ലഭിക്കില്ല എന്നുള്ളത് നിർബന്ധമാണ്, നിശ്ചയമാണ്. ഇനി 2 തീമോഥെയോസിലേക്ക് വരുമ്പോൾ 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് വചനം പ്രസംഗിക്കാം, സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കാം എന്ന് പറഞ്ഞാൽ വചനം പ്രസംഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമയത്തും അസമയത്തും സീസണിലും ഔട്ട് ഓഫ് സീസണിലും ഒരുങ്ങി നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കാം. സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കാം, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കാം. ഇത്രയും കാര്യം ചെയ്യാൻ ഒരു ഉപദേശി തയ്യാറായാൽ അയാൾക്ക് മറ്റു പണിക്ക് പോകാൻ സമയം കിട്ടില്ല.
ഇത്രയും പണി ഇന്നത്തെ ദൈവദാസന്മാരായ ഞങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് സഭകളുടെ ക്വാളിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ വെറും 3 സെഷനുകളിലായി 3 മണിക്കൂർ വീതം തള്ളി നീക്കുന്ന ഒരു പ്രവണത ചില ദൈവദാസന്മാരിലെങ്കിലും കണ്ടുവരുന്നത് കൊണ്ടാണ് ദൈവസഭകൾ ഗുണം പിടിക്കാതെ പോകുന്നതും ദൈവദാസന്മാർ ഈ പറഞ്ഞ മാർജിനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഇന്ന് ദൈവസഭകൾക്കകത്ത് കൃത്യമായ വചന പഠനമില്ല എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. കൃത്യമായ ശാസനയില്ല, കൃത്യമായ പ്രബോധനമില്ല. ശാസിച്ചാൽ ജനം വിട്ടുപോകും എന്നുള്ളതാണ് അവരുടെ ചിന്ത. ജനം വിട്ടുപോകും. ആ വിട്ടുപോകേണ്ട ജനത്തെ നമ്മൾ പിന്നെയും വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മളത് കൃത്യമായി തിരിച്ചറിയണം. കോഴിമുട്ട അടവെക്കുന്നെങ്കിൽ അത് 21 ദിവസം കൊണ്ട് വിരിഞ്ഞ് പുറത്തിറങ്ങണം. അതിനെ അടുത്ത റൗണ്ടും അതേ മുട്ട തന്നെ വെച്ചുകൊണ്ട് അടയിരിക്കുന്നത് ആശാസ്യകരമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് ശാസിക്കേണ്ടതിനെ നിർബന്ധമായും നിശ്ചയമായും വചനാടിസ്ഥാനത്തിൽ ശാസിക്കണം. അയാൾ പോകുന്നെങ്കിൽ പോകട്ടെ. അയാൾ പിന്നെ അവിടെ 25 കൊല്ലം ഇരുന്നത് കൊണ്ട് കഥയില്ല. അയാൾ ഗുണം പിടിക്കില്ല. ഒരു ദുഷ്ടന്റെ യോഗ്യതയായി 50-ാം സങ്കീർത്തനം 16 മുതൽ താഴോട്ട് പറയുന്ന വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്: നീ ശാസനയെ വെറുത്തു, നിന്റെ വചനങ്ങളെ പുറകിലെറിഞ്ഞു കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു ദൈവദാസൻ കൃത്യമായി വചനാടിസ്ഥാനത്തിൽ ശാസിക്കാൻ തയ്യാറായാൽ അയാളുടെ വിശ്വാസി വിട്ടുപോയാൽ അയാൾ ഭാരപ്പെടേണ്ടതില്ല. കാരണം ശാസനയെ വെറുക്കുന്ന ദുഷ്ടൻ സഭയുടെ ഭാഗമാണ്. അയാളെ പുറത്താക്കി കളയേണ്ട ഉത്തരവാദിത്വം ശുശ്രൂഷകനുള്ളതാണ്. അയാൾ ശാസിക്കണമെങ്കിൽ അയാൾക്ക് വചനത്തിൽ പരിജ്ഞാനം വേണം. അല്ലെങ്കിൽ അയാൾ ചൊറിഞ്ഞും പറഞ്ഞേ ഇരിക്കത്തുള്ളൂ. അയാളുടെ ഉദ്ദേശം ഈ വരുന്ന ദുഷ്ടന്റെ പോക്കറ്റിൽ കിടക്കുന്ന കാശാണ് നോട്ടമെങ്കിൽ അയാൾക്കൊരിക്കലും അയാളെ വചനാടിസ്ഥാനത്തിൽ ശാസിക്കാൻ കഴിയില്ല. അപ്പോൾ വചനം കൃത്യമായി വായിച്ച് പൗലോസ് പറയുന്ന പോലെ ഞാൻ വരുവോളം വായന അങ്ങനെ വായിച്ചാൽ അയാൾക്ക് പ്രബോധിപ്പിക്കേണ്ടതായി വരും. വചനത്തിലെ നൈർമല്യതകളെ, വചനത്തിലെ വിശുദ്ധമായ വഴികളെ കുറിച്ച് അയാൾക്ക് വ്യക്തമായി വരുമ്പോൾ അദ്ദേഹം കൃത്യമായി ജനത്തെ പഠിപ്പിക്കുവാനുള്ള നിർബന്ധത്തിലേക്ക് പോകും. മറ്റേത് 3 മണിക്കൂർ ശുശ്രൂഷയിലേക്ക്, 3 മണിക്കൂർ ആരാധനയിൽ 15 മിനിറ്റോ 20 മിനിറ്റോ 50 മിനിറ്റോ പ്രസംഗത്തിലേക്ക് മാത്രം ഒരു പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 5000 പ്രസംഗക്കുറിപ്പുകളും 1500 പ്രസംഗക്കുറിപ്പുകളും ലഭ്യമാണ്. അതെടുത്തുകൊണ്ട് ചെന്ന് എന്തെങ്കിലും തെക്കും വടക്കും പറഞ്ഞ് പത്രത്തിലെ 2 മെസ്സേജും പറഞ്ഞ് പിന്നെ സ്ത്രീകൾ എങ്ങനെ തുണി കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ചും ഈ വിദ്വാൻ പറയുന്നത് പോലെ തന്നെ 2 തമാശയൊക്കെ പറഞ്ഞ ആൾക്കാരെ ഒന്ന് ചിരിപ്പിച്ച് 2 ശീല പാട്ടും പാടി വരുമ്പോൾ സമയം തീരും. ആ സഭയിലെ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വചനം ലഭ്യമാകാതെ വരും. അതുകൊണ്ട് വചനം ലഭ്യമാകണമെങ്കിൽ നിശ്ചയമായും പഠനം ആവശ്യമാണ്, വായന ആവശ്യമാണ്. വായനയിലോട്ട് പോകുമ്പോൾ മറ്റു ജോലികൾക്കൊന്നും പോകാനുള്ള സമയം ഉപദേശിക്ക് കിട്ടാതെയും വരും. അടുത്തിങ്ങനെ പറയുക: നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുക. ഞാൻ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രത്യേക പ്രതിസന്ധി ഇവിടുത്തെ വീഴ്ചയാണ്. നിർമ്മതനായിരിക്കാൻ നമുക്ക് ശുശ്രൂഷക കൂട്ടത്തിന് കഴിയാതെ വരുന്നു. കഷ്ടം സഹിക്കാൻ തയ്യാറില്ലാതെ വരും. അവിടെയാണ് നമ്മൾ ഒരു പണി കൂടി ചെയ്താൽ എന്തെന്ന് തീരുമാനിക്കുന്നത്. സുവിശേഷ വേല ചെയ്യുമ്പോൾ വചനം പറയുന്നുണ്ട്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. അപ്പോ കാള മെതിക്കുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിന്റെ മുഖക്കൊട്ട ആരും കെട്ടേണ്ടതില്ല. അവനിക്ക് ഈ വൈക്കോല് കഴിക്കും, അതിന്റെ കൂടെ കുറച്ച് കറ്റയും ചിലപ്പോൾ ഉള്ളിൽ പോയെന്നിരിക്കും. അതിനെക്കുറിച്ച് ആരും ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. ശുശ്രൂഷകൻ ഉറപ്പ് വരണം, ഞാൻ നിർമ്മതനാണ്. 2, കഷ്ടം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. 3, ഞാൻ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യാൻ വിളിക്കപ്പെട്ടവനാണ്. 4, എന്റെ ശുശ്രൂഷ എനിക്ക് നിറപടിയായി നിവർത്തിക്കണം. അത്യാവശ്യം ഈ 4 കാര്യങ്ങൾ ചെയ്യത്തക്ക നിലയിൽ ഒരു ബോധം, ഒരു തയ്യാറെടുപ്പ്, ഒരു നിർബന്ധം ഉപദേശിക്കുണ്ടെന്ന് വരികിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മറ്റൊരു ജോലിക്ക് പോകാനാവില്ല. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ദൈവം അയാളെ തിരഞ്ഞെടുത്ത് ഏൽപ്പിച്ചിരിക്കുന്ന പണി അദ്ദേഹം നിർബന്ധമായും നിവർത്തിക്കേണ്ടി വരും. മറ്റൊന്നിലേക്കും അയാൾക്ക് നോക്കാനൊക്കില്ല. ചിലപ്പോൾ ഇച്ചിരി പ്രതിസന്ധികൾ ഉണ്ടാകും, സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാകും. അവകളെയാണ് വചനം പറയുന്ന കഷ്ടം സഹിക്കുക. സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടെന്നും പറഞ്ഞ് ഓടി ജോലിക്ക് പോയി ആ പൈസ കൊണ്ടുവന്ന് കൃത്യമായി ഉപജീവിച്ചുകൊണ്ട് അതിന്റെ സൈഡ് പണിയായി സുവിശേഷ വേല ചെയ്ത് ജീവിക്കാനൊന്നും കൃത്യമായ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. ഇനി അടുത്ത ഭാഗത്തേക്കാണ് എന്റെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്. അദ്ദേഹം പറയുന്ന വളരെ മനോഹരമായ സ്റ്റേറ്റ്മെന്റ്സ്. പ്രധാനപ്പെട്ട കാര്യം, ഗൾഫിലും അമേരിക്കൻ അവര് സുവിശേഷ വേലയോടൊപ്പം ജോലി ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം.
അത് കേരളത്തിൽ സുവിശേഷ വേല ചെയ്യുന്ന ചിലരെക്കാളും നന്നായി ചെയ്യുന്നു എന്നും പറയുന്നു. എനിക്കറിയില്ല, ഞാൻ പല രാജ്യങ്ങളും യാത്ര ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയും ഞാനൊരു രാജ്യം യാത്ര ചെയ്തിട്ടാണ് വന്നത്. ഇദ്ദേഹം ഈ പറയുന്ന തരത്തിലുള്ള ശുശ്രൂഷകർ ഉണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പ് തന്നെയാണ്. ഇനി എനിക്ക് അതിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കാനുള്ളത്, സുവിശേഷ വേല എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യേണ്ടുന്ന ഒരു പണി തന്നെയാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരിലും നിർബന്ധമായും ഈ ഒരു നിർബന്ധം ഉണ്ടാകണം, സുവിശേഷ ദാഹം ഉണ്ടാകണം, അവർ സുവിശേഷ വേല ചെയ്യണം. എന്നാൽ അതിനൊരുപാട് റേഞ്ചുകളുണ്ട്. ഒരു ട്രാക്ട് കൊടുക്കാൻ ബൈബിൾ കൃത്യമായി ബൈബിൾ സ്കൂളിൽ പോയി പഠിക്കണമെന്ന് നിർബന്ധമില്ല. ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ, ഏതെങ്കിലും ഒരു കൃപാവരം പ്രയോഗിക്കാൻ, പ്രവചനമായിക്കോട്ടെ, പ്രാർത്ഥന ആയിക്കോട്ടെ, ദാനം ആയിക്കോട്ടെ, ഇതിലൊരു കൃപാവരവും പ്രവർത്തിക്കാൻ അയാൾ റിസ്ക് എടുക്കണമെന്ന് നിർബന്ധമില്ല. അയാൾ ബൈബിൾ കോളേജിൽ പഠിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ അദ്ദേഹം ഒരു കൺവെൻഷൻ പ്രസംഗകനാകാൻ അയാൾ ഒരു കറസ്പോണ്ടൻസ് കോഴ്സെങ്കിലും പഠിച്ചിരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കറസ്പോണ്ടൻസ് ഗുണകരമല്ല എങ്കിലും ഒരു കറസ്പോണ്ടൻസ് കോഴ്സെങ്കിലും അയാൾ പഠിച്ചിരിക്കണം ഒരു കൺവെൻഷൻ പ്രസംഗകനാകാൻ. ഇല്ലാതെ കൺവെൻഷൻ പ്രസംഗകരായ പലരെയും നമുക്കറിയാം. പണ്ടൊരു സ്ത്രീ ഇവിടെ വന്നിരുന്നു, കുടലില്ലെന്നും പറഞ്ഞ് വന്ന് കുറെ കാലം പ്രസംഗിച്ചുകൊണ്ട് നടന്നു. ഇപ്പൊ ആ സ്ത്രീയെ കുറിച്ച് ഒരു അറിവുമില്ല. പിന്നെ അതുപോലെ പലരും വന്നിട്ടുണ്ട്, ഞാൻ കള്ളുകൂടിയനായിരുന്നു, ഞാൻ ഇങ്ങനെ മദ്യപിച്ച് വാഴക്കുഴിയിൽ കിടന്നപ്പോൾ വെളിച്ചം കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുവിശേഷ പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. അതൊക്കെ പിന്നെ എവിടെ പോയി നമുക്കറിയാൻ പാടില്ല. അത് ഏതെങ്കിലും വാഴക്കുഴിക്കകത്ത് കിടന്നപ്പോൾ വല്ല പാണ്ടിലോറിയിലെയും വെളിച്ചം കണ്ടതായിരിക്കും, അല്ലാതെ കർത്താവിന്റെ വെളിച്ചമൊന്നും കണ്ടതായിരിക്കാൻ സാധ്യതയില്ല. ഇതുപോലെ കൃത്യമായി വചന പഠനം ഇല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരപ്പെട്ടു വരികയും പിറ്റേ ആഴ്ച നമ്മൾ സഭയിൽ സാക്ഷി പറയാൻ കൊടുക്കുകയും പിന്നീട് കൺവെൻഷൻ വേദികളിൽ സാക്ഷി പറയാൻ കൊടുക്കുകയും പിന്നീട് ഓട്ടോമാറ്റിക്കായിട്ട് കൺവെൻഷൻ പ്രസംഗകരായി മാറിയവരും ചിലരെങ്കിലും. അതിൽ നല്ലൊരു പങ്ക് ആൾക്കാരും വചനവിരുദ്ധമായ കാര്യങ്ങളാണ് പ്രസംഗിച്ച് നടക്കുന്നത്. ജനത്തെ കൃത്യമായി വഴിപിഴപ്പിക്കുന്നു എന്നതിന് സംശയമൊന്നും വേണ്ട. വയറിളക്കം ഇത്യാദി കലാപരിപാടികൾ നടത്തുന്നവന്മാരും ഈ കൂട്ടത്തിലുള്ളവർ തന്നെയാണ്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് പോയാൽ, ഒരു ചർച്ചിന്റെ പാസ്റ്ററായിട്ടിരിക്കാൻ നിശ്ചയമായും അയാൾ പഠനം നടത്തിയിരിക്കണം. ശുശ്രൂഷകൻ എന്നത് ആടുകളെ മേയ്ക്കുക എന്നുള്ളത് കൃത്യമായി പഠനം നടത്തേണ്ടുന്ന ശുശ്രൂഷ തന്നെയാണ്. അതിനപ്പുറം കടന്നാൽ ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഉപദേഷ്ടാവെന്ന നിലയിൽ കൃത്യമായും അയാൾ വചനം പഠിച്ചിരിക്കണം, അല്ലേ? സ്കൂളിൽ ടീച്ചറായിട്ട് എടുക്കാൻ സ്കൂളിൽ പഠിക്കാത്ത ഒരാളെ എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി ഇദ്ദേഹം ഓർപ്പിച്ചല്ലോ, വിദേശത്തൊക്കെ പലരും നഴ്സുമാരായി ജോലി ചെയ്യുന്നു. ഏതെങ്കിലും ഒരു നഴ്സിംഗ് പഠിക്കാതെ നഴ്സിന്റെ പണി ചെയ്യുന്നത് ഉപദേശിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. 5-6 കൊല്ലം നഴ്സിംഗ് പഠിച്ചു തിട്ടം വന്ന് 2 കൊല്ലമെങ്കിലും ഇവിടെ പരിശീലനം പൂർത്തിയാക്കിയിട്ടാണ് മറ്റിതര രാജ്യങ്ങളിൽ അവര് ചെന്ന് നല്ല നഴ്സുമാരായി പ്രവർത്തിക്കുന്നത്. ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് പഠിക്കാതെ എഞ്ചിനീയർ ആയവരെ താങ്കൾക്കറിയാവും. ഏതെങ്കിലും ഒരു ഡോക്ടർ MBBS പഠിക്കാതെ ഡോക്ടർ ആയവരെ കുറിച്ച് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാവും? പക്ഷെ എങ്ങനെയാണ് ഇപ്പൊ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഭൗതികമായ വിഷയങ്ങളോട് ബന്ധപ്പെട്ട കാര്യമാണ്. ഡോക്ടർ എന്ന് പറയുമ്പോൾ ശാരീരികമായ വിഷയങ്ങളോട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇതിനൊക്കെ എത്രയോ മുകളിലാണ് ആത്മീകമായ വിഷയത്തോട് ബന്ധപ്പെട്ട മേഖല വരുന്നത്. ആ മേഖലയിൽ ഒരാൾ സുവിശേഷകനായി വരുമ്പോൾ അയാൾക്ക് സാമാന്യമായ ബൈബിൾ വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമല്ലേ? ഞാൻ പല രാജ്യങ്ങളിലും യാത്ര ചെയ്ത് ഞാൻ കണ്ടൊരു പരിപാടി, ഭാര്യമാർ രാജ്യം വിടുന്നു, അടുത്ത ഭർത്താക്കന്മാർ അവിടെ ചെല്ലുന്നു, അവർ മറ്റു പല പ്രൊഫഷനുമായിരിക്കും. ചിലരൊക്കെ ചെല്ലുന്ന രാജ്യങ്ങളിൽ തരക്കേടില്ലാത്ത ജോലികളിൽ ചെന്ന് പെടുന്നുണ്ട്. ആ ചെന്ന് പെട്ടിട്ട് അവര് അത്യാവശ്യം 2 പേരുടെ ശമ്പളം വെച്ച് ജീവിച്ചു പോകുന്നുണ്ട്. ഇതിൽ ചില ആരാധനകളിൽ ചിലർ കൂടും, കുറെ ദിവസം കഴിയുമ്പോൾ അവിടെ നിന്ന് പിണങ്ങി മറ്റൊരു ആരാധനയിലേക്ക് മാറും. പിന്നീട് ഇവര് തന്നെ പ്രസംഗം ആരംഭിക്കും. പിന്നെ ഇവര് തന്നെ അതിന്റെ ഉപദേശിയായി മാറും. പിന്നീട് ഇവര് ജോലിയോടുകൂടി സുവിശേഷകരായി മാറും. ഇവരാരും നയാ പൈസയുടെ ബൈബിൾ പഠിച്ചവരല്ല. ഏതെങ്കിലും കമന്ററീസ് വായിച്ചും ഏതെങ്കിലും യൂട്യൂബ് പ്രസംഗങ്ങൾ കേട്ടും ഇവരുടെ കയ്യിൽ കിട്ടുന്നത് വെച്ച് വായിൽ തോന്നിയത് പ്രസംഗിച്ചു പോവുകയാണ് അധികം പേരുടെയും പതിവ്. ഞാൻ ഒരുപാട് സഭകൾ യാത്ര ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ
അത്തരത്തിലുള്ള ഉപദേശിമാരുടെ വിശ്വാസികളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് തെക്കേത് വടക്കേതെന്നറിയില്ല, ഇടങ്കൈ ഏത് വലങ്കൈ ഏതെന്നറിയില്ല. അപ്പോൾ കൃത്യമായി വചനം പഠിക്കാതെ അഭ്യാസം പ്രാപിക്കാതെ ഒരു സഭയുടെ ശുശ്രൂഷകനായ ഒരാൾ വന്നാൽ അയാൾക്ക് വചനം പറയുന്ന തരത്തിലുള്ള ഒരു ശുശ്രൂഷകനായി പ്രവർത്തിക്കാൻ കഴിയില്ല. അതോടുകൂടി ഒരു ജോലിയും കൂടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യം പറയുകയും വേണ്ട. ഞാൻ പറഞ്ഞു വന്നതിന്റെ കഥ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഒരു ശുശ്രൂഷകനാവാൻ അത്യാവശ്യം ബൈബിൾ പഠനം അത്യന്താപേക്ഷിതമാണ്. സുവിശേഷ വേലയോടുകൂടി മറ്റു ജോലി സാധ്യമാണോ എന്ന് ചോദിച്ചാൽ നേരെ ചൊവ്വേ സുവിശേഷ വേല ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ജോലിക്ക് അദ്ദേഹത്തിന് സമയം ലഭ്യമാവില്ല. ഇനി ഇദ്ദേഹം പറഞ്ഞ അടുത്ത ഭാഗമാണ് എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചത്. അദ്ദേഹം പറയുകയാണ്, നഴ്സുമാരവിടെ വളരെയധികം കഷ്ടപ്പെടുകയാണ്. കേരളത്തിലെ സഹോദരിമാർ തിന്നുന്നു ഉറങ്ങുന്നു എന്ന് പറഞ്ഞു. ഏത് സഹോദരിയെ കണ്ടിട്ടാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കേരളത്തിലെ സഹോദരിമാർ തിന്നുകയും ഉറങ്ങുകയും ചെയ്യുന്നൊന്നുമില്ല. അവരും ജോലി ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ 20,000 അതിന് താഴെ ശമ്പളം കിട്ടത്തുള്ളൂ. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ 3-4 ലക്ഷം രൂപ കിട്ടുമായിരിക്കും ഒരേ ജോലിക്ക് തന്നെ. വിദേശ രാജ്യങ്ങളിൽ ചെന്നുപെടാൻ അതിൻ്റെതായിട്ടുള്ള ബുദ്ധി ആവശ്യമാണ്, അതിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക മികവ് ആവശ്യമാണ്. ചിലപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ലഭിക്കാത്തവരായിരിക്കാം നാട്ടിൽ താമസിക്കുന്നത്. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ അവരങ്ങ് വല്ലാതെ പണിയെടുക്കുകയാണെന്നൊന്നും പറഞ്ഞ് അവർ വലിയ കൂടിയവരാണെന്നും ഇവിടെ ഉള്ളവർ വളരെ പ്രയാസപ്പെടുന്നു, ഇവിടെ ഉള്ളവര് പണിയെടുക്കുന്നില്ലെന്നും പറയുന്നത് യോഗ്യമായ ഒരു കാര്യമൊന്നുമല്ല. ആ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് പൗലോസ് ലേഖൻ പറയുന്ന പോലെ ഏതാണ്ട് മുഖസ്തുതിയും ചക്കര വാക്കുമാണ്. ആരെയൊക്കെയോ സോപ്പിടാൻ വേണ്ടിയിട്ടുള്ള ഒരു താല്പര്യം പോലെയാണ് എനിക്ക് തോന്നിയത്. ആ സംസാരം കേൾക്കുമ്പോൾ ആ ഒരു ചിന്തയാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയതാണ്, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ ദയവായിട്ട് വിട്ടുകളയുക. ആ ഭാഗത്തേക്ക് നമുക്ക് പോകണ്ട. ഏതായാലും എവിടെ ജീവിക്കണമെങ്കിലും പണിയെടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ ഇദ്ദേഹം പറഞ്ഞതുപോലെ അയ്യോ അവിടെ അങ്ങ് ജോലിക്ക് പോയി കഷ്ടപ്പെട്ടിട്ട് ഓടി കിതച്ചാണ് ആരാധനയ്ക്ക് വരുന്നത്. ഞാൻ പോകുന്ന രാജ്യങ്ങളിൽ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഇത്രയും ഓടി കിതയ്ക്കുന്നതിന്റെ ആവശ്യം എന്താണ്? ഈ പൈസ ബാങ്കിൽ ചുമ്മാ സ്വരൂപിച്ചിടാനല്ലേ? വചനം പറയുന്നു ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കാൻ പറയുന്നു. പിന്നെ എന്തിനാ ഇത്രയും കിടന്ന് ഓടുന്നത്? ബാങ്കിൽ ലക്ഷങ്ങൾ, ചിലർക്കെങ്കിലും കോടികൾ. ഇത് വിദേശത്ത് മാത്രമല്ല, കേരളത്തിലും അങ്ങനെ തന്നെ. ബാങ്കിൽ ലക്ഷങ്ങൾ ഇട്ടിട്ട് കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്, കരച്ചിലോട് കരച്ചിൽ കരയുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഒരു വല്ലാത്ത മാനസിക രോഗമാണ്. അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ സുവിശേഷകരായി നമ്മൾ നിൽക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അവർ പണിയെടുക്കുന്നത് ഉപജീവനത്തിനാണെങ്കിൽ ദാറ്റ്സ് ഫൈൻ. അത് ചുമ്മാ നാട്ടിൽ വലിയ വലിയ വീടുകൾ വെച്ച് ആൾക്കാരെ കാണിക്കാനും വലിയ കാറുകൾ മേടിച്ച ആൾക്കാരെ കാണിക്കാനും പത്രാസ് കാണിക്കാനുമാണെങ്കിൽ വചനം ഇതിനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെയുള്ളവരുടെ വീട്ടിൽ പാർക്കാൻ പറ്റുന്നതും അവിടെ നിന്ന് കുറെ ആഹാരം കഴിക്കാൻ പറ്റുന്നതും വലിയ മേന്മയായി കാണുകയും വേണ്ട. ഞാൻ പോകുന്ന ആൾക്കാർ സ്ഥലങ്ങളിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ പണിയെടുക്കുക, പക്ഷെ നിങ്ങൾ കുറച്ച് ജീവിക്കണം, നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം, നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കണം, നിങ്ങൾക്ക് കർത്താവിനെ സേവിക്കാൻ കഴിയണം. കഴിഞ്ഞ ദിവസം ഞാൻ പോയ രാജ്യത്ത് അവിടെയുള്ള ആൾക്കാർ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ലോൺ എടുക്കുന്നത് പാപമാണ്? ഞാൻ അവരോട് പറഞ്ഞത് പാപമല്ല. കാരണം ഇന്നത്തെ കാലം ലോൺ എടുക്കാതെ ജീവിക്കാൻ കഴിയില്ല. പക്ഷെ ഒരു കാര്യം, ഞാൻ അവിടെ സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ ലോൺ എടുക്കുന്നത് 35 കൊല്ലത്തേക്കാണ്. 35 കൊല്ലത്തേക്ക് ലോൺ എടുത്തൊരു വീട് വെക്കുന്നു, കാറ് മേടിക്കുന്നു. ഇത് പാപമാണോ എന്ന് ചോദിച്ചാൽ ലോണിൽ തന്നെ പാപമാണോ എന്ന് എനിക്കറിയില്ല. എന്റെ ദൃഷ്ടിയിൽ പാപമല്ല. പക്ഷെ ഒരു കാര്യം, അമ്മ അതിന് ലോൺ എടുത്ത് നമ്മുടെ ജീവിതത്തെ കുറച്ച് സ്ട്രെസ് ഉള്ളതാക്കി മാറ്റുമ്പോൾ പിന്നീടുള്ള ജീവിതത്തിൽ ആരാധിക്കാൻ സമയം കിട്ടില്ല, പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ല, ഞായറാഴ്ച പോലും ആരാധനയ്ക്ക് പോകാൻ സമയം കിട്ടില്ലാത്ത വിധം നിങ്ങൾ തിരക്കുള്ളവരായി മാറുന്നു എങ്കിൽ ആ ലോണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് നരകത്തിലേക്കായിരിക്കുമെന്നതിന് സംശയം വേണ്ട. അപ്പൊ ലോണ് പാപമല്ലെങ്കിലും അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് നമ്മളെ എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധ്യം വേണം. അപ്പൊ കഴിയുന്ന ലോൺ എടുക്കുക. മുൻപിലോട്ടുള്ള ജീവിതം ശരിക്കും ശ്വാസം മുട്ടിക്കുന്നതാക്കി മാറ്റാതെ സുഖകരമായി ജീവിക്കാൻ കഴിയുന്ന നിലയിൽ നിങ്ങൾ ലോൺ എടുക്കുന്നത് പാപമായിരിക്കില്ല. നിങ്ങൾ ബാധ്യതയുള്ളവരാകുന്നത് റിസ്ക് ആവില്ല. പക്ഷേ
നിത്യതയെ ബാധിക്കില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. കണ്ടതിനും പിടിച്ചതിനും എല്ലാം ലോണ് വലിച്ചു വെച്ചിട്ട് അത് അടയ്ക്കാൻ വേണ്ടി ആരാധനയ്ക്ക് പോലും ഇരിക്കാൻ പറ്റാതെ ഓടിക്കിതയ്ക്കുന്നത് വലിയ ആത്മീകമായിട്ടൊന്നും ആരും കരുതണ്ട. അതിനെ നമുക്ക് ആത്മീകതയുടെ ലിസ്റ്റിൽ പെടുത്താനും ഒക്കില്ല. കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ ഒരു രാജ്യക്കാർ അവരുടെ രാജ്യത്തേക്ക് അവരുടെ ചർച്ചിൽ മീറ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോയി. ആ ചർച്ചിൽ എല്ലാവരും ലീവ് എടുത്തിട്ടാണ് എന്നെ കൊണ്ടുപോയത്. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതുകൊണ്ട് കാര്യം വളരെ ഗൗരവമായിട്ട് തിരിച്ചറിയണം. ജനത്തിന് വചനം ആവശ്യമാണ്. ഞങ്ങൾ പഠിച്ചവരാണ്, പഠിപ്പിക്കാൻ തയ്യാറാണ്. അത് പഠിക്കാൻ ജനം തയ്യാറാവണം. എല്ലാ ദിവസവും ജോലിക്ക് പോയിക്കൊണ്ട് നടക്കാതെ ലീവ് എടുത്തിരുന്ന് വചനം പഠിക്കണം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ കഴിവുള്ള ദൈവദാസന്മാരെ വിളിച്ചു വരുത്തി നിങ്ങൾ വചനം പഠിക്കണം. നേരം പോക്കിന് വേണ്ടി ചർച്ചിൽ പോകുന്നവരാകരുത്. ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. പ്രധാനപ്പെട്ട വിഷയം, ഒരു ഉപദേശി ശുശ്രൂഷകൻ മറ്റു ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? നമ്പർ 1, ആവശ്യമില്ല. നമ്പർ 2, പോകാൻ അയാൾക്ക് കഴിയില്ല. അതിനുള്ള സമയം അയാൾക്ക് ലഭിക്കില്ല. ഇനി അദ്ദേഹത്തിന് 3 കുടുംബമേ ഉള്ളൂ എങ്കിൽ ആ 3 കുടുംബം ഒരു ഉപദേശിയെ വെച്ചിരിക്കുന്നത് 3 സെഷന് വേണ്ടി അല്ല എന്ന് തിരിച്ചറിയണം. ആ ഉപദേശിയെ കൊണ്ട് തിരുവചനത്തിൽ നിന്ന് ലഭിക്കാവുന്ന മാക്സിമം കാര്യങ്ങൾ സ്വായത്തമാക്കിയെടുക്കാൻ നിങ്ങൾ സമയം ചിലവഴിക്കണം. ഉപദേശി ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചും തിരുവഴുത്തുകൾ ഗ്രഹിച്ചും നിങ്ങൾക്ക് വിളമ്പിത്തരാൻ കഴിയുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അദ്ദേഹത്തിന്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കേണ്ടത് നിങ്ങളുടെ ദശാംശം വച്ചിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് നന്നായി അയാൾ ശുശ്രൂഷ ചെയ്തു തരുന്നു എങ്കിൽ നിങ്ങളുടെ ദശാംശം അയാൾ വാങ്ങുന്നതിൽ ഒരു കുഴപ്പമില്ല, ഒരു കുറവുമില്ല, ഒന്നും ലജ്ജിക്കേണ്ടതുമില്ല. പണി എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ കൂലിക്ക് യോഗ്യം തന്നെയാണ്. അതുകൊണ്ട് മാന്യമായി ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർക്ക് മറ്റു ജോലികൾ ചെയ്യാനാവില്ല. മറ്റു ജോലിയോടുകൂടി സുവിശേഷ വേല ചെയ്യുന്നത് പാപമൊന്നുമല്ല. അതിൻ്റെതായിട്ടുള്ള കുറവുണ്ട് എന്നതിന് സംശയം വേണ്ട. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും. ട്രാക്ട് കൊടുക്കാനോ വീട്ടു പ്രാർത്ഥനയ്ക്ക് പോകാനോ ഹോസ്പിറ്റൽ വിസിറ്റിങ്ങിനോ ഒന്നും ബൈബിൾ കോളേജിൽ പഠിച്ചേ തീരുമെന്ന് നിർബന്ധമില്ല. ഒരു സഭയുടെ ശുശ്രൂഷകനാകാൻ കറസ്പോണ്ടൻസ് പഠിച്ചാൽ പോരാ. ഒരു കോളേജിൽ നിന്ന് അറ്റ്ലീസ്റ്റ് 3 കൊല്ലം നിന്ന് പഠിച്ചു തന്നെ ശുശ്രൂഷകനാകണം. അല്ലാതെ ശുശ്രൂഷകനായാൽ ആ ശുശ്രൂഷകൻ വചനപ്രകാരം മികവുള്ളൊരു ശുശ്രൂഷകൻ ആയിരിക്കില്ല എന്നത് 100% ഉറപ്പാണ്. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഞാൻ പറഞ്ഞതൊരു വല്ലാത്ത പ്രയാസമായി മാറിയിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതെനിക്ക് പ്രശ്നമുള്ളതല്ല. തിരുവെഴുത്തുകൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക. നിങ്ങളുടെ ശുശ്രൂഷകന് തിരുവെഴുത്തിൻ പ്രകാരമുള്ള ശുശ്രൂഷകൾ ചെയ്യാൻ കഴിവുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. നിങ്ങൾ ഒരാളെ എഞ്ചിനീയറിംഗ് ആവശ്യത്തിന് വേണ്ടി ഒരു എഞ്ചിനീയറെ നിങ്ങൾ സമീപിക്കുമ്പോൾ അയാൾക്കുള്ള കഴിവ് മാത്രമല്ല നിങ്ങൾ നോക്കുന്നത്, അയാളുടെ വിദ്യാഭ്യാസം നോക്കും. ഒരു ഡോക്ടറുടെ അടുത്ത് നിങ്ങൾ ചെല്ലുമ്പോൾ വിദ്യാഭ്യാസം നിങ്ങൾ ശ്രദ്ധിക്കും. ഒരു നഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ വിദ്യാഭ്യാസം നിങ്ങൾ ശ്രദ്ധിക്കും. ഏതൊരു ഓഫീസിൽ ആരുടെ അടുക്കൽ പോയാലും അയാൾ ക്വാളിഫൈഡ് ആണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുമെങ്കിൽ നിത്യതയ്ക്ക് പോകാൻ നിങ്ങൾക്ക് മാർഗനിർദ്ദേശം ഒരുക്കി തരുന്ന ഉപദേശി വചനം പഠിച്ചിട്ടുള്ളയാളാണെന്നും അയാൾ നിങ്ങളെ നടത്താൻ യോഗ്യനാണെന്നും ഉറപ്പുവരുത്തേണ്ടുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയുക. അല്ലാതെ 1.5 മണിക്കൂർ പ്രസംഗത്തിന് കിട്ടുന്ന സമയം 16 പാട്ടും പാടി വളിപ്പൻ വർത്തമാനവും പറഞ്ഞ് സമയം ചിലവഴിച്ചിട്ട് 5-10 മിനിറ്റ് 4 വാക്യം പറയുന്നത് ഒരു പ്രസംഗമായി നമുക്കൊരിക്കലും കണക്കിലെടുക്കാനൊക്കില്ല. അത്തരത്തിലുള്ള ശുശ്രൂഷകൾ പങ്കെടുക്കുന്നത് കൊണ്ട് ആത്മീക വർധനവ് ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് നമ്മെ നിത്യതയിലേക്ക് നടത്തുവാൻ നമ്മുടെ മുമ്പിൽ നിന്ന് നമ്മളെ ശുശ്രൂഷിക്കുന്നവർക്ക് തിരുവചന പ്രകാരം അതിനുള്ള മികവുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടുന്ന ഉത്തരവാദിത്വം ശുശ്രൂഷ അനുഭവിക്കാനിരിക്കുന്ന നിങ്ങൾക്കാണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഉറപ്പുവരുത്തുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി.